ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. 2000 വർഷങ്ങൾക്ക് മുൻപ് യെരൂശലേം ദേവാലയത്തിലെ യഹൂദന്മാർ കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത് എങ്ങനെയുണ്ട് എന്നറിയുന്നതിൻ്റെ രഹസ്യമായി ദൈവാലയത്തിലേക്ക് ചെന്ന കർത്താവായ യേശു ക്രിസ്തു അവരുടെ നിർജ്ജീവമായ പ്രവൃത്തികൾ കണ്ട് ഉള്ളത്തിൽ നല്ല വേദനയോടെ വിളിച്ചു പറഞ്ഞു: ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആ ദാഹം ഈ ലോകത്തിലെ ജലത്തിന് വേണ്ടിയുള്ള ദാഹമല്ല. അത് മനുഷ്യൻ ജീവൻ പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവജല നദിയായി ഒഴുകുവാൻ തക്കവണ്ണമുള്ള ആത്മാവിൻ്റെ ദാഹമാണ്. ആ ദാഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാപം കൂടാതെ ഈ തലമുറയിൽ ജീവിക്കണമെന്ന്, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്ന്, ഒരു നീതിമാനായി ജീവിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ, ദാഹിക്കുന്നവൻ, ആ ദാഹമുള്ളവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ദാഹിക്കുന്നവന് ദാഹം മാറ്റി ജീവജലം കൊടുക്കും. വിശ്വസിക്കുന്നവന് അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. അനേകർക്ക് ആ ജീവജല നദി കുടിപ്പാൻ തക്കവണ്ണം അവനെ ഈ തലമുറയിൽ ജീവൻ്റെ ഒരു ഉറവായി നിർത്താമെന്നാണ് കർത്താവ് പറഞ്ഞത്. അന്നത്തെ ഇസ്രായേൽ ജനത്തിനത് മനസ്സിലായില്ല. അതിൻ്റെ 39-ാം വാക്യത്തിലുണ്ട്: അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഈ പരിശുദ്ധാത്മ നിറവാണ് ഇന്നത്തെ തലമുറയുടെയും ഏറ്റവും വലിയ അത്യാവശ്യം. കർത്താവിൻ്റെ 2ാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഈ ആത്മനിറവാണ്. ഇവിടെ ഒന്ന് പറന്നുയരുവാൻ തക്കതായ ആത്മനിറവ് നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അത് കർത്താവായ യേശു തരാമെന്നാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും കർത്താവായ യേശു തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കർത്താവ് തിരഞ്ഞെടുത്ത ആ തലമുറയിലെ അപ്പോസ്തലന്മാരെ നോക്കിക്കൊണ്ട്, അവർ വലിയ ബുദ്ധിശാലികളൊന്നുമല്ല, അവർ വലിയ ഉന്നത പഠനങ്ങളൊന്നും ഉള്ളവരല്ല, വെറും സാധാരണക്കാരാണ്. അവരോട് പറഞ്ഞു: നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തരാം. ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ. ഇന്നത്തെ തലമുറയ്ക്കും അത് ബാധകമാണ്. അതിനെന്താണ് അവർ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. വേറൊരു വ്യവസ്ഥയുമില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് ഈ ആത്മനിറവ് പ്രാപിക്കണമോ? എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ജോലിയില്ല, എനിക്ക് ഉന്നത പദവിയില്ല, എനിക്ക് സ്വാധീനമില്ലെന്നൊന്നും ആരും പറയണ്ട. ഇതൊന്നും വേണ്ട. നിനക്കൊരു ഹൃദയമുണ്ട്. ദൈവത്തെ സ്നേഹിക്കാമോ? ദൈവത്തെ സ്നേഹിക്കുന്നുള്ള തെളിവെന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നുള്ള തെളിവ് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ്, വേറൊന്നുമല്ല. പുറം കാണുന്ന കർത്താവ് അകവും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അബ്രഹാം പിതാവ് വൃദ്ധനായപ്പോൾ തൻ്റെ മകനായ ഇസഹാക്കിന് ഒരു മണവാട്ടിയെ തേടി തൻ്റെ കാര്യസ്ഥനായ എലെയാസാറിനെ ഹാരാനിലേക്ക് അയച്ചു. എലെയാസാറ് റിബേക്കയെ കണ്ടെത്തി. ആ വീട്ടിൽ ചെന്ന് തൻ്റെ ആഗമന ഉദ്ദേശമെല്ലാം അവരെ അറിയിച്ചു. ഇത് കർത്താവിൻ്റെ 2ാമത്തെ വരവിൻ്റെ നിഴലാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. എലെയാസാറ് തൻ്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു. ആ വീട്ടിലുള്ളവർക്ക് റിബേക്കയുടെ സഹോദരനായ ലാബാനും അവൻ്റെ അമ്മയ്ക്കുമൊക്കെ പ്രയാസം. ഇത്രയും ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന ഞങ്ങളുടെ പെൺകുട്ടി ഇപ്പോൾ അവൾ പോവുകയോ? അവർ പറഞ്ഞൊരു 10 ദിവസം അവളിവിടെ നിൽക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, അത് മാനസാന്തരം ഇന്ന് വേണ്ട നാളെ മതി എന്ന് പറയുന്നത് സാത്താൻ്റെ ആലോചനയാണ്. ദൈവഹിതം അവരറിയാതെയാണ് 10 ദിവസം കൊണ്ട് നിൽക്കട്ടെ എന്നവർ പറയുന്നത്. എന്നാൽ ദൈവഹിതം അതായിരുന്നില്ല. അവസാനം അവർ തീരുമാനിച്ചു, നമുക്ക് റിബേക്കയോട് ചോദിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ വളരെ മനോഹരമായി ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിബേക്കയുടെ അമ്മയും സഹോദരനും അവിടെ അടുക്കൽ ചെന്നു. അവളോട് ചോദ്യം ചോദിച്ചു, നീ ഈ പുരുഷനോടെ പോകുന്നുവോ? 24-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യത്തിലാണ്. നീ ഈ പുരുഷനോടെ പോകുന്നുവോ? നിർണായകമായ ഒരു ചോദ്യമായിരുന്നു അത്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാറുക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്നേഹം നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. വാഗ്ദത്തങ്ങളിൽ വിശ്വസനായ ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് വാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് 100% ഉണ്മയായ സത്യമാണ്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഈ റിബേക്ക ഇസഹാക്കിനെ കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞുകൂടാ. എലയാസാർ എന്ന കാര്യസ്ഥൻ പറഞ്ഞതായ വിശദീകരണങ്ങൾ മാത്രമേ അവൾക്കറിയാവൂ. നിർണായകമായ ഒരു ചോദ്യം ചോദിച്ചു, നീ ഈ പുരുഷനോട് പോകുന്നുവോ? എല്ലാ കണ്ണുകളും അവളെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾ 2 വാക്കിൽ മറുപടി പറഞ്ഞു, ഞാൻ പോകുന്നു. സ്തോത്രം. വിശ്വാസികളുടെ സമൂഹമേ, ഞാൻ നിങ്ങളും ദൈവത്തോട് ഒരിക്കൽ വാക്ക് പറഞ്ഞതാണ്. നിങ്ങളത് മറന്നുപോയോ? അവൾ പറഞ്ഞു, ഞാൻ പോകുന്നു. നാം ഓരോരുത്തരും പറഞ്ഞവരാണ്. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മശീഹ തമ്പുരാനെ ഞാൻ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിർണായകമായ അപ്രസ്താവനയുടെ മുൻപിൽ സ്വർഗം മനസ്സലിഞ്ഞു, പാപമോചനം തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു. ഈ ഭൂമിയിൽ പാപം കൂടാതെ ജീവിക്കുവാൻ, ജയജീവിതം നയിക്കുവാൻ ആവശ്യമായ എല്ലാ കഴിവുകളും കൃപകളും കർത്താവ് തന്നു. നമ്മെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എല്ലാ അവസരങ്ങളും ദൈവം ഒരുക്കി തന്നു. ശാന്തമായി നിങ്ങൾ ചിന്തിക്കുമോ? നമ്മുടെ ഇതുവരെയുമുള്ള ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ചുള്ളതായിരുന്നു? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ആശ്വസിക്കുകയായിരുന്നു? അതോ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് ഞരങ്ങുകയായിരുന്നോ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യഹൂദന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരിക്കൽ മാത്രമേ ക്രൂശിച്ചുള്ളൂ. എന്നാൽ നമ്മുടെ വാക്ക് കേട്ട പിതാവായ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചു തന്ന പരിശുദ്ധാത്മാവ് ഇത്രയും വർഷമായി ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. നാം എന്നും അവനെതിരാണ്. മാനുഷിക ചിന്തകൾ പരിശുദ്ധാത്മാവിനെതിരാണ്. എന്നാൽ അതിനെ നാം ഒടുക്കേണ്ടതാണ്, അതിനെ നാം ഒതുക്കേണ്ടതാണ്, അതിനെ നാം വിഗ്രഹിക്കേണ്ടതാണ്, അത് നാം മനഃപൂർവ്വമായി ഇതില്ലായ്മ ചെയ്യേണ്ടതാണ്. അത് മാത്രമാണ് നമ്മുടെ ജോലി. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും. പ്രിയപ്പെട്ടവരെ, നാം വചനം പ്രമാണിക്കുന്നുണ്ടോ? അത് മാത്രമാണ് വിഷയം. റിബേക്ക എലയാസാറോടെ പോയി. ഒട്ടകത്തിൻ്റെ പുറത്താണ് യാത്ര, മരുഭൂമിയിലൂടെയാണ് യാത്ര. 600 മൈൽ ദൂരമുള്ള ആ മണലാരണ്യത്തിലൂടെ റിബേക്ക പോവുകയാണ്. ഉഷ്ണക്കാറ്റുണ്ട്, മണൽക്കാറ്റ് കണ്ണിലേക്ക് വന്ന് അടിക്കുന്നുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്, പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്, തെറ്റിദ്ധാരണകളുള്ളതാണ്, കഷ്ടപ്പാടുള്ളതാണ്. മടുത്തു പോകരുത്. എന്തിനാണ് ഈ കഷ്ടതകൾ? വാസ്തവത്തിൽ നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഷ്ടതകളിലൂടെ ദൈവം നമ്മെ തേജസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിബേക്ക എലയാസാറിന് ചോദിക്കുന്നുണ്ട്, എത്താറായോ? നമ്മളങ്ങ് ചെല്ലാറായോ? എലയാസാർ പറയും, അല്പം കൂടെ ഉണ്ട്. അവിടെ മടുപ്പ് മാറ്റാൻ ഇസഹാക്കിനെ കുറിച്ചുള്ള ഈ വർണ്ണനകൾ പറയും. ഈ വർണ്ണനകൾ കേൾക്കുമ്പോൾ അവിടെ സകല മടുപ്പും മാറും, അവിടെ ഹൃദയത്തിൽ സന്തോഷം നിറയും. സ്തോത്രം. ദൈവജനമേ, ഈ ഭൂമിയിലെ കഷ്ടതയുടെ മധ്യത്തിൽ, തെറ്റിദ്ധാരണകളുടെ മധ്യത്തിൽ, അപമാനങ്ങളുടെ മധ്യത്തിൽ, രോഗത്തിൻ്റെ മധ്യത്തിൽ, ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നുണ്ടോ? എങ്ങനെ സന്തോഷിക്കും? ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ സന്തോഷം കിട്ടും. സ്തോത്രം. ബാക്കി ഒന്നും നിങ്ങൾ ഓർക്കുകയില്ല, നിങ്ങൾ പറന്നുകൊണ്ടിരിക്കും. സ്തോത്രം. അവസാനം ഒരു കാഴ്ച കണ്ടു. റിബേക്ക ഒരു കാഴ്ച കണ്ടു.
ഇതാ വയലിൽ ഒരു യുവാവ് തന്നെ നോക്കുന്നു. അതാരാണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. അവൾ ഇസാഖിനെ കണ്ടിട്ടില്ലല്ലോ. അവൾ എലയാസാറിനോട് ചോദിച്ചു, ആരാണ് നമ്മെ നോക്കുന്നത്? ആരാണ് നമ്മെ എതിരേറ്റ് വരുന്നത്? ഉടനെ എലയാസാർ പറഞ്ഞു, അതാണ് നിന്റെ മണവാളൻ. പ്രിയപ്പെട്ടവര്, കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മധ്യാകാശത്തിലേക്ക് വരും. തന്നെ മണവാട്ടിയെ ചേർക്കാൻ വരും. അത് ഉണ്മയായ സത്യമാണ്. അതിനുവേണ്ടി ആരെല്ലാം ഒരുങ്ങുന്നുണ്ട്. കർത്താവേ, രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നുവെന്ന് വായി കൊണ്ട് പറയുന്ന ദൈവജനമേ, നമ്മൾ ഹൃദയം കൊണ്ട് നാം ഒരുങ്ങാറുണ്ടോ? നാം അതിനു വേണ്ടി ഒരുങ്ങാറുണ്ടോ? അതിൻ്റെ മണവാളനാണ് എന്ന വാക്ക് കേട്ടുകൊണ്ട് റിബേക്ക ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. സ്തോത്രം. ഒട്ടകത്തിനവിടെ സ്ഥാനമില്ല. ഏത് സഭയാണെന്നുള്ളതിന് വിഷയമല്ല, ഏത് കൂട്ടായ്മയാണെന്നുള്ളതൊരു പ്രശ്നമേ അല്ല. ഇസഹാക്കിനെ കണ്ടു കഴിയുമ്പോൾ റിബേക്ക ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങും. റിബേക്ക അടുത്ത് വന്ന് അവളുടെ കൈക്ക് പിടിച്ച് അവളെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകും. എത്ര ശ്രേഷ്ഠമേറിയതായ അനുഭവമാണ്. ഇതാണ് ഓരോ ദൈവമക്കളും കാത്തിരിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ ഓർക്കുക, എന്നെയും നിങ്ങളെയും ഒരുക്കേണ്ടത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. പെന്തിക്കോസ് നാളിൽ സഹിയോൻ മാളിയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഇന്നുവരെയും തിരികെ പോയിട്ടില്ല, സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. മണവാട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദര, നിന്റെ ഹൃദയത്തിൻ്റെ വാർക്കൽ നിന്ന് എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരി, നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ആ ശബ്ദം കേൾക്കാറുണ്ടോ? അവൻ്റെ ഇമ്പസ്വരം നീ കേൾക്കാറുണ്ടോ? അവൻ്റെ മൃദുസ്വരം നീ ശ്രദ്ധിക്കാറുണ്ടോ? നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ മകനെ, വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് പറയുന്നൊരു ശബ്ദം നീ കേൾക്കാറുണ്ടോ? അത് നീ ശ്രദ്ധിക്കാറുണ്ടോ? അതിൻ്റെ ജീവിതത്തിലൊരു വിഷയമാണോ? അതോ ഈ ലോകത്തിലെ ജഡീക ഉല്ലാസങ്ങളും ലൗകിക സുഖങ്ങളുമാണോ നിനക്ക് വേണ്ടത്? ഈ ലോകത്തിലെ സമ്പത്തും ജഡീക ഇമ്പങ്ങളുമാണോ നിനക്കിഷ്ടം? പരിശുദ്ധാത്മാവിൻ്റെ സ്വരം മന്ദമായിക്കൊണ്ടിരിക്കും. ആ ശബ്ദം നീ കേൾക്കാതെ വരും. നിന്റെ ഹൃദയം കല്ലാകാൻ തുടങ്ങും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, എന്നാൽ റിബേക്ക തൻ്റെ മണവാളിനോടുകൂടെ മണവറയിലേക്ക് പോയി. മനോഹരമായ സംഭവം നടക്കാൻ പോകുന്നു. മണവാളൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുന്നത് വരെയും അവളെ നടത്തുന്നത് പരിശുദ്ധാത്മാവാകുന്നു, എലയാസാറാകുന്നു. ഇന്നും എലയാസാറോട് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയും. അത് തെസ്സലോനിക്കർക്ക് രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ക്രിസ്തു ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. പ്രിയപ്പെട്ടവര്, അപ്പോസ്തലനായ പൗലോസ് 1-ാം നൂറ്റാണ്ടിൽ ഈ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നമ്മളെ മുട്ടി വിളിച്ചുകൊണ്ട് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ അധർമ്മത്തിൻ്റെ മർമ്മം നമ്മെ എന്ത് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. രണ്ട് ശക്തികൾ ഒരുപോലെ നമ്മോട് വാരിക്കുകയാണ്. യുദ്ധരംഗം മനുഷ്യ ഹൃദയമാണ്, വേറെങ്ങുമല്ല. പ്രിയപ്പെട്ടവർ, അവിടെ സമാധാനമുണ്ടാകും എപ്പോൾ? ഒരാൾ പരാജയപ്പെടുമ്പോൾ. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? പരിശുദ്ധാത്മാവാൻ ദൈവമോ അധർമ്മത്തിൻ്റെ മർമ്മമോ? ശാന്തമായി ചിന്തിക്കൂ. എന്നാൽ ഒന്നെനിക്കറിയാം, ഇനി നിങ്ങളുടെ മുൻപിൽ സ്നേഹത്തോടെ കരനീട്ടി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിന്നെ വെറുക്കുന്നില്ല. യേശു ക്രിസ്തു പാപത്തെ വെറുക്കുന്ന പാപിയെ സ്നേഹിക്കുന്നു. തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ തന്നിലേക്ക് തിരിഞ്ഞു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരിതാ മനസ്സലിയുള്ളവനായി അവൻ കരനീട്ടിക്കൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് ആർക്ക് ആഗ്രഹമുണ്ട് ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടോ? ആ നിർണായകമായ തീരുമാനമാണ് റബേക്ക പറഞ്ഞത്. ഞാൻ പോകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആ വാക്കുദൈവത്തോട് പറഞ്ഞു, എന്നെങ്കിലും ഒരിക്കൽ പറഞ്ഞു, സാത്താനെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ചോ പ്രിയപ്പെട്ടവരെ? അവരെ ഉപേക്ഷിക്കാൻ സമയമായോ? ജീവിതം തകർന്നില്ലേ? സമാധാനം നഷ്ടപ്പെട്ടില്ലേ? ദൈവിക ശബ്ദം നമ്മൾ കേൾക്കാതെ ആയിപ്പോയില്ലേ? ഇന്ന് ശത്രു നമ്മെ ഭരിക്കുകയല്ലേ? ജഡ ഇമ്പങ്ങളിൽ നിന്ന് നാം മുഴുകി നടക്കുകയല്ലേ?
പ്രിയപ്പെട്ടവരെ, താഴാൻ സമയമായോ? നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം, ദൈവശബ്ദത്തിനായി വിട്ടുകൊടുക്കാം. ഇവിടെയാണ് കർത്താവിൻ്റെ വചനം പ്രസക്തമാകുന്നത്. യോഹന്നാൻ 14:15-16. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും. ഒറ്റ കാര്യം ഇപ്പോൾ തീരുമാനം പറയാമോ? ദൈവത്തോട് ഒറ്റ കാര്യം പറയാമോ? ദൈവവേദിലേ, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നീ പാപത്തെ വെറുക്കണം, നീ സാത്താനെ ഉപേക്ഷിക്കണം. വേറെ ഒരു മാർഗവുമില്ല. ദൈവത്തെയും മമ്മോനെയും കൂടെ ഒരുപോലെ സ്നേഹിക്കാൻ, സേവിപ്പാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ സുവിശേഷങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് 2 യജമാന്മാരെ ഒരുപോലെ സേവിപ്പാൻ കഴിയില്ല. 2 പേരെ സേവിച്ചാൽ ഒരുവനെ പകച്ച് മറ്റവനോട് പറ്റിച്ചേരും. കൃത്യമാണ്, വ്യക്തമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന യൂദാസ് ഇസ്കറിയോത്താവ്, അവൻ പണമടിച്ചിലെ സൂക്ഷിപ്പുകാരനും കൂടെയായിരുന്നു. അവൻ ദ്രവ്യാഗ്രഹിയാണ് എന്ന് കർത്താവിന് അറിയാമായിരുന്നു. അവൻ്റെ ദ്രവ്യാഗ്രഹമെന്ന ആ പാപം അവൻ ഉപേക്ഷിച്ച് ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് അവൻ രക്ഷപ്പെടുവാനൊരു വഴിയിൽ അവനെ കൊണ്ടുവന്ന് കർത്താവ് നിർത്തിയതാണ്. അവന് ദൈവം അവസരം കൊടുത്തതാണ്. സഹോദര സഹോദരി, ഇന്ന് ദൈവം നിനക്കൊരു അവസരം തരികയാണ്. ഈ നിർണായകമായ സമയം ദൈവം നിനക്കൊരു അവസരം തരികയാണ്. നിനക്കിപ്പോൾ വേണമെങ്കിൽ പാപത്തോട് യാത്ര പറയാം, അവനെ എന്നേക്കുമായി ഉപേക്ഷിക്കാം. അതിനെനിക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവർ, നിങ്ങൾ ജീവൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ കൃപയുടെ വലയത്തിലാണ്, കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ നിങ്ങളൊരു തീരുമാനമെടുത്താൽ അവൻ അരക്കെട്ടുറപ്പിച്ചു തരും. അവൻ്റെ തിരുരക്തത്താൽ അത് മുദ്രയിട്ട് തരും, സംശയിക്കണ്ട. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്, അതെപ്പോഴെങ്കിലുമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തിയോടെ വാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ പറയണം. അത് പറയേണ്ടത് ഇപ്പോഴാണ്. സ്തോത്രം. വ്യവസ്ഥ ഒന്നേ ഉള്ളൂ, നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ തീരുമാനമെടുക്കാം, പാപത്തെ വെറുക്കാം. പ്രിയപ്പെട്ടവരെ, പാപത്തെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. യൂദ കർത്താവിനൂടെ 3.5 വർഷം നടക്കുമ്പോഴും അവൻ്റെ പണമടിശീല സൂക്ഷിപ്പുകാരനായി നടക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ദൈവാഗ്രഹം ഉണ്ടായിരുന്നു. അവൻ അത്ഭുതങ്ങൾ കണ്ടില്ലേ? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നവൻ്റെ കണ്ണാരെ അവൻ കണ്ടതല്ലേ? ഒരു കൊട്ടയിലെ അപ്പം അവനും കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊടുത്തതല്ലേ? അനുഭവങ്ങൾ ലഭിച്ചതല്ലേ? പക്ഷേ ദ്രവ്യാഗ്രഹം മാറിയില്ല, ഹൃദയത്തിൽ നിന്ന് പാപം മാറിയില്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പിശാചിനെ ഇറക്കി വിട്ടില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ ഉപരിപ്ലവമായി കടന്നുപോയി. അവൻ്റെ ഹൃദയത്തെ തൊടാറ് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയുടെ ഇറങ്ങിപ്പോയി. അതിനത്ര സ്ഥാനം കൊടുത്തില്ല. എന്തുണ്ടായി പ്രിയപ്പെട്ടവർ? കർത്താവ് സ്വന്തം കൈകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് പറഞ്ഞ് വാഴ്ത്തി അനുഗ്രഹിച്ച് അപ്പമെടുത്ത് അവൻ്റെ വായിൽ കൊടുത്തില്ലേ? അവൻ അപ്പഖണ്ഡം വാങ്ങിയതല്ലേ? ഇത് പുതിയ നിമിത്തമുള്ളതായ എൻ്റെ പാപമോചനത്തിൻ്റെ രക്തമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് കാസായെ വാഴ്ത്തി അനുഗ്രഹിച്ച് കുടിപ്പാൻ അവനും കൊടുത്തതല്ലേ? അവൻ കുടിച്ചതല്ലേ? അതെ, ആ തിരുശരീരം ഞാൻ ഭക്ഷിച്ചു, ആ തിരുരക്തം ഞാൻ കുടിച്ചു, അതുകൊണ്ട് ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാണ് എന്ന് അഭിമാനിക്കുന്ന യൂദാസ് ഇസ്കറിയോത്തായേ, നിന്റെ ഹൃദയത്തിടിക്കുന്ന ദുഷ്ടനല്ലേ? ആ ദുഷ്ടനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നീ എന്തെല്ലാം പറഞ്ഞാലും പ്രയോജനമുണ്ടോ? എന്ന് ആ ദുഷ്ടനെ നിങ്ങൾ ഇറക്കിവിടാൻ നിങ്ങൾക്ക് മനസ്സാണോ? പാപത്തോടെ യാത്ര പറയാൻ നിങ്ങൾക്ക് മനസ്സാണോ? എല്ലാം ദൈവം സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമുക്ക് ജീവിക്കുവാൻ ഓക്സിജൻ വേണം, പ്രാണവായു വേണം. ആ പ്രാണവായു വില കൊടുത്ത് വാങ്ങിക്കാനാണെങ്കിൽ ആരെക്കൊണ്ട് സാധിക്കും? ഈ ഭൂമിയിൽ എത്ര പേരെ കൊണ്ട് സാധിക്കും? ഒരു ഹോസ്പിറ്റലിൽ പോയി ഓക്സിജൻ സ്വീകരിക്കുന്നതായ ഒരു വ്യക്തി മണിക്കൂറുകൾ ആ ഓക്സിജൻ സ്വീകരിച്ചാൽ എത്ര രൂപയാണ് ഫീസ്? നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. 10, 70, 80 വയസ്സ് പ്രായമുള്ള സഹോദര സഹോദരി, ഇന്നെ ശ്വസിക്കുന്ന ദൈവ സൗജന്യമായി തരുന്ന ഓക്സിജനാണ്. എല്ലാം ദൈവ സൗജന്യമായി തരും. എന്നാൽ ഓർക്കുക, ഞാൻ ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളിക്കളയും. അതെനിക്ക് വേണ്ടാത്തതാണ്, അതെനിക്ക് ഉപയോഗശൂന്യമാണ്. എന്നാൽ ഒരുവൻ
ഞാൻ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നില്ല എന്ന് പറഞ്ഞാൽ നീ അവനൊക്കെ ഓക്സിജൻ സ്വീകരിക്കാൻ സാധ്യമല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഞാൻ വായു ശ്വസിച്ചു, അതിലെ ഓക്സിജൻ സ്വീകരിച്ചു. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നില്ല എങ്കിൽ ഞാനത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി എനിക്ക് ഓക്സിജൻ കിട്ടുകയില്ല. ഇതൊരു പരമസത്യമാണല്ലോ. അതിപരിശുദ്ധനായ പരിശുദ്ധാത്മാവിനെ, എല്ലാം നിറവേറ്റുന്ന പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന കളങ്കങ്ങൾ നീ എടുത്ത് കളഞ്ഞേ പറ്റൂ. അത് മറ്റാർക്കും സാധ്യമല്ല. ദൈവവും അത് ചെയ്യുകയില്ല. ദൈവം സൃഷ്ടാവും മനുഷ്യൻ സൃഷ്ടിയുമാണെങ്കിലും സൃഷ്ടിയായ മനുഷ്യന് ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എല്ലാം ചെയ്യാം. അതുതന്നെയല്ലേ ദൈവം തൻ്റെ ആദ്യ സൃഷ്ടിയായ ആദാമിനോട് പറഞ്ഞത്, ആദാമേ, നിനക്ക് ഈ തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും ഇഷ്ടം പോലെ നിനക്ക് തിന്നാം. അത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തുകയില്ല. എന്നാൽ വീണ്ടും പറഞ്ഞു, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാൾ നീ മരിക്കും. ദൈവത്തോടതായ ബന്ധത്തിൽ നിനക്കൂടെ ജീവിക്കണമെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു എന്ന നിർമ്മല പുരുഷൻ്റെ മണവാട്ടിയായി നിനക്ക് തീരണമെങ്കിൽ നീ പാപത്തോട് യാത്ര പറഞ്ഞേ പറ്റൂ. പാപത്തെ വെറുത്തുപേക്ഷിച്ചേ പറ്റൂ. എങ്കിലേ പരിശുദ്ധാത്മാവിനെ കിട്ടൂ. വളരെ വ്യക്തമാണ്, കൃത്യമാണ്. ഞാൻ ഏത് വേഷം ധരിച്ചാലും, ഞാൻ എത്ര മനോഹരമായി സംസാരിച്ചാലും, ഞാൻ എത്ര കോടീശ്വരനാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. എനിക്ക് ക്രിസ്തു എന്ന മണവാട്ടിയാകാൻ ഒക്കുകയില്ല. സ്തോത്രം. ഈ നിർമ്മല സത്യം നിങ്ങൾ ഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഈ പരിശുദ്ധാത്മാവിടെ നിന്ന് എപ്പോഴാണ് മാറുന്നത്? സഖിയോൻ മാളികയിൽ പെന്തക്കോസ് നാൾ ഇറങ്ങിയ പരിശുദ്ധാത്മാവ്, ഇന്ന് നിന്റെ ഹൃദയത്തോട് വാരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴാണ് ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നത്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നു പോകുമ്പോൾ അവരെ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. സ്തോത്രം. എത്രയോ വിശ്വസ്തനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാൻ ദൈവം മണവാളൻ്റെ കയ്യിലേക്ക് നമ്മെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് നിങ്ങൾക്കറിയാം, ക്രിസ്തുവിൻ മരിച്ചോർ ഉയർക്കും. ക്രിസ്തു ജീവിക്കുന്നവർ രൂപാന്തരപ്പെടും. അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. അവരെ കൂട്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവാൻ ദൈവം മധ്യാകാശത്തിലേക്ക് ചെന്ന് കർത്താവായ യേശുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. വിശ്വസ്തനായ പരിശുദ്ധാത്മാവ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന പരിശുദ്ധാത്മാവ്, സ്വാർത്ഥതയില്ലാത്ത പരിശുദ്ധാത്മാവ്, നമ്മോട് വാരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. എന്താണ് നാം കേട്ടത്? നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-16 വാക്യങ്ങൾ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവന് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിൻ്റെ ഖനം എത്രയാണ്? ആ ദൈവിക വാക്യത്തിൻ്റെ വെയിറ്റ് എത്രയാണ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ വചനം കാത്തുകൊണ്ടാൽ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരും. സ്തോത്രം. ആ ഒരൊറ്റ വചനം ധ്യാനിച്ചാൽ മതി പ്രിയപ്പെട്ടവർ, ഈ പാപത്തെയെല്ലാം ചപ്പും ചവറുമായി നാം എറിഞ്ഞു കളയും. അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്ന കാലം അന്നത്തെ വേദശാസ്ത്ര പണ്ഡിതനായിരുന്നില്ലേ? ഗമാലിയേലിന്റെ കീഴിൽ അഭ്യാസം തികച്ചവനായിരുന്നില്ലേ? ഗമാലിയേൽ ശിമ്യോന്റെ ശിഷ്യനായിരുന്നില്ലേ? ശിമ്യോൻ യെശയ്യാ പ്രവാചകന്റെ കാലം മുതൽ യേശുക്രിസ്തുവിന്റെ ജനനം വരെയും ജീവിച്ചിരുന്നയാളല്ലേ? ആ ശിമ്യോന്റെ ശിഷ്യനായ ഗമാലിയേലിന്റെ കീഴിൽ അഭ്യാസം തികച്ചവനല്ലേ ശൗല്? വലിയ ജ്ഞാനിയായിരുന്നില്ലേ? വലിയ അറിവുള്ളവനായിരുന്നില്ലേ? അവൻ വീരശൂര പരാക്രമിയായിരുന്നില്ലേ? എന്നാൽ ഞാൻ പറയും, അവൻ മതഭ്രാന്തനായിരുന്നു. അവൻ വൈരാഗ്യക്കാരനായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊല്ലാൻ മടിയില്ലാത്തവനായിരുന്നു. ഒരു ധാരണയുണ്ടായിരുന്നു, യഹോവ മാത്രം ദൈവം. ആ ദൈവത്തിൻ്റെ ഏക ജനം ഇസ്രായേൽ.
ബാക്കിയെല്ലാം പ്രചാരികൾ, ബാക്കിയൊന്നും വേണ്ട. മനുഷ്യൻ്റെ പരിമിതമായ അറിവുകൾ. ഗമാലിയേലിൻ്റെ കീഴിൽ അഭ്യാസം തികച്ച ശൗലിൻ്റെ പരിമിതമായ അറിവുകൾ, പാപ്പരത്വം. സഹോദരീ സഹോദരങ്ങളെ, ആ ജ്ഞാനം പ്രാപിപ്പാൻ നമുക്ക് ദൈവസ്ഥലിൽ താണിരിക്കാം. പരിശുദ്ധാത്മാവ് ദൈവം കാര്യസ്ഥനാണ്. ഞാൻ വലിയ വലിയ ഭൂ ഉടമകളെ, ജന്മികളെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അവിടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അറിയാൻ പാടില്ല. ഏക്കറേജുകൾ അവർക്കുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് വിശദമായി പറയാനറിയാമല്ലോ. ഉടനെ കാര്യസ്ഥനെ വിളിക്കും. കാര്യസ്ഥൻ വരും. കാര്യസ്ഥനെല്ലാം പറയും. എവിടെയെല്ലാം സ്ഥലങ്ങളുണ്ട്, അതേതെല്ലാം സർവേറബരാണ്, അത് നിലമാണോ പുരയിടമാണോ, സകല വിവരങ്ങളും കാര്യസ്ഥനറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി സകലതും അറിയുന്ന കാര്യസ്ഥൻ, നമ്മെ വഴി പറഞ്ഞ് നടത്താൻ മതിയായ കാര്യസ്ഥൻ. ആ കാര്യസ്ഥൻ്റെ ഉപദേശം നിങ്ങൾ കേൾക്കാറുണ്ടോ? ഈ പാവപ്പെട്ട മനുഷ്യൻ എൻ്റെ ജീവിതത്തിലെ 30-ാമത്തെ വയസ്സ് വരെ ഈ കാര്യസ്ഥനെ അറിഞ്ഞിരുന്നില്ല. സത്യമാണ്. എൻ്റെ വഴികളിലൂടെ നടന്നു, എനിക്കിഷ്ടമുള്ള വഴികളിലൂടെ നടന്നു. എന്നാൽ എൻ്റെ 30-ാമത്തെ വയസ്സിൽ ആ കാര്യസ്ഥനായി എൻ്റെ ഹൃദയം ഞാൻ തുറന്നു കൊടുത്തു. അന്ന് മുതൽ വഴിതെറ്റിപ്പോകാതെ ഇവൻ കാക്കുന്നു. ഞാൻ തെറ്റില്ലാത്തവനല്ല, പക്ഷേ ഞാൻ എങ്ങോട്ടെങ്കിലും തെറ്റാൻ തിരിയുമ്പോൾ ഉടനെ പറയും, നീ അങ്ങോട്ടൊരു കാല് വയ്ക്കരുത്, നീ അങ്ങോട്ട് നോക്കരുത്, നീ ഒരു വാക്ക് മിണ്ടരുത്. സ്തോത്രം. അതൊന്നും നീ പ്രതികരിക്കരുത്. ചിലപ്പോൾ പറയും, നീ അത് കൊടുക്കുക, ഇത്ര കൊടുക്കുക, കൃത്യം പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, കൃത്യമായി വഴി പറഞ്ഞു നടത്തുന്ന കാര്യസ്ഥൻ. അതാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു പാപിയായ മനുഷ്യനും പിതാവായ ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് നടക്കുന്ന മധ്യസ്ഥൻ. അവൻ ആർക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിനെ സ്നേഹിച്ചവൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മധ്യസ്ഥത ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? പിതാവായ ദൈവം സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. വാഗ്ദത്തം. ആ വാഗ്ദത്തങ്ങൾ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്കിപ്പോൾ കർത്താവിനോടൊരു വാക്ക് പറയാം. കർത്താവെ, ഇതുവരെ ഈ തെറ്റിപ്പോയൊരു മഹാപാപിയായ മനുഷ്യൻ ഇപ്പോൾ ഞാൻ എൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. അല്ലാതെ എന്നെ തേടി വന്നിരിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ്. കർത്താവെ, എനിക്കൊരാഗ്രഹമുണ്ട്. നിന്നെ പ്രസാരിപ്പിച്ചോട് ഈ തലമുറകൾ ജീവിക്കണം. കൃപ പകരണമേ, അനുഗ്രഹിക്കണമേ. തിരുരക്തത്താലടിയനെ കഴുകണമേ. ശത്രുവിൻ്റെ സകല അവകാശത്തെയും എന്നിൽ നീക്കണമേ. ആളാമ്പ്രതിയായി അടി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.